ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇവിടെ കിങ്ങിണിയാ ശ്രീകുട്ടനോട് ഇരിപ്പുണ്ട്. അത് എന്നാടുക്കാടാ നിങ്ങൾ? ആണോ? അതെ, കിങ്ങിണിയുടെ വണ്ടിയേ ഉണ്ടോ? അവർ വാക്കുമൊക്കെ പിടിക്കുവാൻ തോന്നുന്നു കേട്ടോ. ഇതെന്തുവാടാ പരിപാടി? ക്ലീനിങ്. അവനാണ് എന്തെങ്കിലും പരിപാടി. എന്നാടാ ശ്രീകുട്ടാ? അയ്യോ, മാങ്ങ വീണ്. അതെ, നല്ല മാങ്ങയാണല്ലോ. എടുത്തോണ്ട് പോവാ, ചെല്ലില്ലേ അവിടെ ചെല്ലി. നല്ല മാങ്ങയാണോ നോക്കി? വിശക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ഒരു 2 മണിക്കൂർ അവൻ ചുറ്റിക്കറങ്ങി അവിടെ നിന്നതിന് ശേഷമുള്ള അവൻ കഴിക്കാൻ വരുള്ളൂ. നമ്മൾ അന്നേരം കഴിച്ചെല്ലാം റെഡിയായി കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കാണും. ആ സമയത്തായിരിക്കും പിന്നെ അവൻ്റെ വരവ്. അതുപോലെ തന്നെയാണ് ഇതേ മാലുവും കിങ്ങിണിയൊക്കെ ആണെങ്കിലും നമ്മൾ വിളിച്ച് ഒരുപാട് നേരം കഴിഞ്ഞാലേ അവർ കറങ്ങി മുറിച്ചൊക്കെ വരുള്ളൂ. അപ്പോഴത്തേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നപ്പം ചുമ്മാ ഒരു ഫണ്ണി ആയിട്ടൊരു എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തെ ഇവർ കോട്ടയത്തിനോ എങ്ങാണ്ടൊക്കെ പോകാനുള്ള പദ്ധതിയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പവും കടലക്കറി ആയിരുന്നു ഇന്ന്. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു സേവനാഴി കേട്ടോ. അതെല്ലാം ഉണ്ടാക്കുന്ന അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെള്ളക്കടല കൊണ്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഈ കറുത്ത കടയില ഉണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടം വെള്ളക്കടയില. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോഴത്തേ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളുടെ മോളാണ് കേട്ടോ കിങ്ങിണി. അപ്പോഴത്തേ അവളുമായിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിക്കണം കേട്ടോ. അപ്പം പുള്ളിക്കാരത്തെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് ചിരിക്കാനുള്ളതൊക്കെ പറയുള്ളൂ കേട്ടോ. അപ്പം മാലുവും കിങ്ങിണിയും കൂടെ അവിടെ നിന്ന് തന്നെ എന്തൊക്കെയോ ട്രോളുന്നുണ്ട്. ഇടിയപ്പം എങ്ങനെയാ ഉണ്ടാക്കിയത്? ഇല്ല, പിന്നെ എന്തൊക്കെ പൊടി ചേർത്തത് സോഫ്റ്റ് ആവാൻ? അല്ല ഗൈസ്, ഇവിടെ ഇതിനകത്ത് ഒരു പൊടി ചേർത്തിട്ടുണ്ട്. അതെന്ത് പൊടിയാന്ന് താഴെ കമന്റ് ചെയ്യണം. ആക്ച്വലി പത്തിരി പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പറ. പത്തിരിപ്പൊടി ചേർത്തില്ല. അത് തന്നെയാണ് ഇടിയപ്പൊടി, മനസ്സിലായോ? അതാരാ ഫോൺ വിളിക്കുന്നത് നോക്കിയിട്ട് വാ. ചെല്ല് മാലുവേ, ഇതാണ് പുക വരുന്ന ഇടിയപ്പ ചെമ്പ്. ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഫോൺ വിളിച്ചത്. അപ്പം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ പതിയേട്ടൻ അവിടെ ഇല്ല. പതിയേട്ടൻ അമ്പലത്തിൽ വരെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ലൈറ്റാവും വരുമ്പം. അപ്പം ഞങ്ങളൊന്ന് കഴിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കേട്ടോ ഈ മധുരം പലഹാരങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജിലേബി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അവൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അന്നേരമാണെങ്കിൽ പല്ല് വെക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ പോകുന്ന ദിവസമാണെങ്കിൽ പിന്നെ നേരത്തെ തന്നെ രാവിലെ 8 മണിയോടുകൂടി നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും. അല്ലെങ്കിൽ പിന്നെ അവധി ദിവസമാണെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ലാഗടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാ അവധി ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർ 3 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ഇവർ പറയും. നമ്മളതിൻ്റെ ഇടയ്ക്ക് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ സ്റ്റണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നും പോകാറില്ല. അവർ തന്നെ അതൊക്കെ സോൾവ് ചെയ്തോളും. അതാണ് അതിൻ്റെ ഒരു പതിവ്. അപ്പോഴത്തേ ഗൈസ്, ഞങ്ങളെന്നാ ഉച്ചക്കത്തേക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ ആർട്ടിഫിഷ്യൽ നിങ്ങൾ ഇവരെന്നാ എടുക്കുക മൈലാഞ്ചി ഇടാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ കേട്ടോ. അങ്ങനെ വേണമാരും അതുണ്ട്. ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ നീലാക്കി. ഇവർ 2 പേരും കൂടെ ചേർന്നാൽ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് ഈ മൈലാഞ്ചി ഇടയിൽ. അപ്പം മാലു ആണെങ്കിലും ഭയങ്കര നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണേലും ഇടും, എന്നാലും ഒരാൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവർ പാട്ട് പാടിയത് ഞാൻ പുറകെ നിന്ന് ആസ്വദിച്ചതാണ്.
ഓർത്തില്ല, തിരുതാരി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തില്ല അഴകേ. നോപുരങ്ങളാണേ തോഴനിയൊരുക്കുന്നു ഒരു ദേവിയായ ഗ്രാമത്തെ, ഞാനിതിന്റെ തീരത്തെ മനകോപമാരനാകുന്നു കുലചാരു ചില്ലയിൽ പൂക്കളും മധു തീർന്നുകർന്നു പാറ്റയും പണിനീ തണുപ്പിടും കാറ്റിനിൽമവും ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ളൊക്കെ എന്തെങ്കിലും കൊണ്ടക്കണം എന്ന് വിചാരിച്ച് അടുക്കളയോട് പോയി ഇവരുടെ കൂടെ നിന്നാൽ ഞാനും അവിടെ നിൽക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി അല്ലെങ്കിൽ പതിയായിട്ടും വരുമ്പം പറപ്പിക്കും. ഇപ്പം മൈലാഞ്ചി ഇട്ടൊക്കെ കണ്ടോ, അടിപൊളിയായ മൈലാഞ്ചി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവൾക്ക് ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ ഇതേ കോട്ടയത്തിന് പോകാനായിട്ട് ഒരുങ്ങി. ഞാൻ പോണില്ല ഗൈസ്, അവർ പോയിട്ട് വരട്ടെ. ഭയങ്കര വെയിലത് ഉണ്ടില്ല, ഭയങ്കര വെയില. അപ്പോൾ അതുകൊണ്ട് പോകാനൊരു മടി പോലെ. മാലു ഒരുങ്ങി വന്ന് അവരുടെ കൂടെ പോകാനായിട്ട് കേട്ടോ. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട് കേട്ടോ, എന്നാൽ നല്ല വെയിലുമാണ് താനും. പക്ഷെ എനിക്ക് ആ വെയിലത്ത് പോകാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ പോകാം എവിടെയെങ്കിലുമൊക്കെ. വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നിൽക്കാനും ഒക്കെ ഭയങ്കര പാടല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ പോകാതിരുന്നത്. അപ്പോൾ അവർ പോയിട്ട് വരട്ടെ. ഇപ്പോഴത്തെ ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാരതേ കുഞ്ഞി ഉണ്ടാവുണ്ടോ, അവൻ എപ്പോഴും അവിടെ തന്നെയാണ് കിടക്കുന്നത്. അവൻ്റെ അച്ഛനാണ് കേട്ടോ ഇത് കിടക്കുന്നത്. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് കോട്ടയം വരെ പോയതാണ്. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ. എനിക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ പോകണം. അപ്പോൾ അവരും പോയിട്ട് ഒരു 5:30 ആയപ്പോൾ വന്നു. പിന്നെ പെട്ടെന്ന് എല്ലാവരും കുളിച്ച് നമ്മൾ അടുത്തുള്ള നമ്മുടെ കളരിക്കൽ അമ്പലത്തിൽ പോയി കേട്ടോ. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ മാലുവും ഞാനും കിങ്ങിണിയും കൂടെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് വന്നു. അപ്പോൾ പിന്നെ കുറേ നാളെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു സിനിമ ആടുത്രി ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് കയറിയതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ നേരത്തെ സിനിമ കണ്ടതുകൊണ്ട് നമ്മുടെ ആ ഒരു ത്രില്ല് കളയാൻ വേണ്ടി മനഃപൂർവ്വം കഥ പറയും. അതാണ് ഒരു സ്വഭാവം. എന്നോട് സംശയം ചോദിക്കാൻ പാടില്ല ഗൈസ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ അച്ചോട് ചോദിക്കണം. ഗൈസ്, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും സിനിമ കാണുമ്പോൾ ഡൗട്ടാണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ അമ്മ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നതാണ് അമ്മയുടെ ഒരു ശീലം. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഫാമിലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഓക്കെ, ബായ്.